വെൽക്കം ടു കോമഡി മാസ്റ്റർ. നമസ്കാരം. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്? കുറച്ച് സ്റ്റാർ, മണിച്ചേട്ടൻ്റെ ഒരു ക്ലൈമാക്സ്, മണിച്ചേട്ടൻ്റെ ഒരു പാട്ട്. അതെ, ചാലക്കുടി ആകുമ്പോൾ മണിച്ചേട്ടൻ ഇല്ലാണ്ടൊരു കളിയില്ലല്ലോ അല്ലേ? പിന്നെ ഒരു ഇക്കമാരൊക്കെ മണിച്ചേട്ടൻ്റെ കൂടെ ഒരുപാട് ഷോ ഒക്കെ ചെയ്തു. അതുകൊണ്ട് ഒരു ഓർമ്മപ്പെടുത്തൽ. ഓക്കെ, ശരി, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. റെഡി? ഓക്കെ. സുനിലേട്ടൻ്റെ ശബ്ദമാണ് ചെയ്യുന്നത്, സുനിൽ സുഗത. ഓക്കെ. ഹൈ, എന്താ താക്കോൽക്കാരൻ്റെ പ്രശ്നം? കഴിഞ്ഞ ആഴ്ചയല്ലേടോ തനിക്ക് ആ നീതി വാങ്ങിച്ചെന്നത്? ഏട്ടാ ഈ മാനുവല്ലേ, ഈ ജോസഫേണ്ട കാര്യം തന്നെ താൻ നോക്കിയേ. എല്ലാവരും മാസ്ക് ഒക്കെ മാറ്റി മുഖത്തോട് മുഖം നോക്കി ചിരിക്കട്ടെ എന്ന് ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാവട്ടെ. ലാലു ലക്സായിട്ട്. ഓക്കെ. പറക്കുമറ്റാത്തൊരു കൈക്കുഞ്ഞിനെയും അമ്മയും കൽക്കട്ട നഗരത്തിൽ ഒരു തകർപ്പാട്ട പോലെ വലിച്ചെറിഞ്ഞിട്ട് 10-15 വർഷം കഴിഞ്ഞ് വന്നിരിക്കുക അച്ഛനാണെന്നും പറഞ്ഞ് താനൊരു മനുഷ്യനാണോടോ? നെക്സ്റ്റ് ആരെയാ ചെയ്യുന്നത്? നെക്സ്റ്റ് സത്യമാഷ്. ഓക്കെ. സത്യമാഷ് അമ്പലത്തിൽ പോണത് പെങ്ങളോട് ചോദിക്കുന്നതാണ്. അപ്പൊ എന്തിനാ മോനെ അമ്പലത്തിൽ പോണെന്ന് ചോദിക്കണം. ഓക്കെ, ഞാൻ അങ്ങോട്ട് ചോദിക്കണം. ഓക്കെ, ശരി. പെങ്ങളെ, ഞാൻ നാളെ അമ്പലം വരുമെന്ന് പോവാണ്. എന്തിനാ മോനെ അമ്പലത്തിൽ പോകുന്നേ? പെങ്ങൾ ഉദ്ദേശമാരുള്ള മാല പൊട്ടിക്കലും പെണ്ണുങ്ങളായിട്ടുള്ള മരഞ്ചേറ്റിലും എല്ലാം നിർത്തി ഭക്തിയോടുകൂടി പോയി തൊഴുതിട്ട് ചെരുപ്പൊന്ന് മാറണമേ, ചെരുപ്പൊന്ന് മാറണം. നരേന്ദ്രപ്രസാദ് സാർ. ഈശ്വരോ രക്ഷതു, കാളു ബ്രഹ്മദത്തൻ നമ്പൂരിപ്പാടിൻ്റെ മകൻ അല്ലേ നീ? അപ്പോൾ വഴിപിഴച്ചു വന്നതല്ല. അവൻ്റെ ഉള്ളിൽ എന്തോ തീഷ്ണയോടെ കത്തുന്നു. പിഴയ്ക്കാത്ത ചുവടുകളുമായി അവൻ ഈ മണ്ണിൽ വന്നതിന് സൂക്ഷിക്കണം. അവൻ്റെ വാക്കുകൾക്ക് സൂചിമനയുടെ മൂർച്ച. അവൻ വരും, വന്നില്ലെങ്കിൽ അവനെ ചാത്തന്മാർ കൊണ്ടുവരും. മണിച്ചേട്ടൻ്റെ ഒരു ക്ലൈമാക്സ്. പോളെ വാസന്തിയെ, നിന്റെ കൊച്ചേട്ടൻ വന്നുട്ടോ. കൃഷ്ണേട്ടാ, അവളെ കൊണ്ട് കെടുത്തിയോ? അവൾക്കുള്ള കുഴി തെക്കേപ്പുറത്ത് എടുത്താൽ മതി കേട്ടോ. എന്നോട് പിണങ്ങുമ്പോൾ അവൾ അവിടെ പോയിരിക്കാറ്. വാസന്തി ഇല്ലാത്ത ലോകം എനിക്ക് കാണണ്ട. എനിക്ക് കണ്ണു വേണ്ട. എന്റെ കണ്ണുകളൊക്കെ മീൻ കൊത്തിയെടുത്തെന്ന് പറഞ്ഞിട്ടല്ലോ. പേട്ടനെ പോലെ കണ്ണ് കാണാതായി നിനക്കുമല്ലേ അവളെ വാസന്തിയേ. തോമാസാറേ, തോമാസാറ് വന്നോ? തോമാസാറ് പാവാ, തോമാസാറ് പാവാ, തോമാസാറ് പാവാ, തോമാസാറ് പാവാ. ചത്തോ? തോമാസാറ് ചത്തോ? എന്റെ പെങ്ങളെ കീറി മുറിക്കാതെ നോക്കേന് എന്താ ഞാനിനി ചെയ്യാ? എല്ലാം വിധിയാ, എല്ലാം വിധിയാ മോളെ വാസന്തിയേ. സൂപ്പർ. ഇനി എന്താ ചേട്ടാ ചെയ്യുന്നേ? ഒരു പാട്ടാണ് മണിച്ചേട്ടൻ. എല്ലുമുറിയെ പണിയെടുത്തു അപ്പ കട്ടം കുടിച്ച കാലം. പള്ള നിറയ്ക്കാൻ വഴിയിലതന്നു നടന്നൊരു കുട്ടിക്കാലം. കഷ്ടപ്പാട് കണ്ട് ദൈവം തന്നെ വിധി മാറ്റി എഴുതിയപ്പോൾ കഷ്ടപ്പെടുന്ന മനസ്സുകളൊന്നും തിരിച്ചറിഞ്ഞിടുന്നു ഞാൻ. എല്ലുമുറിയെ പണിയെടുത്തു അപ്പ കട്ടം കുടിച്ച കാലം. പള്ള നിറയ്ക്കാൻ വഴിയിലതന്നു നടന്നൊരു കുട്ടിക്കാലം. കഷ്ടപ്പാട് കണ്ട് ദൈവം തന്നെ വിധി മാറ്റി എഴുതിയപ്പോൾ കഷ്ടപ്പെടുന്ന മനസ്സുകളൊന്നും തിരിച്ചറിഞ്ഞിടുന്നു ഞാൻ. ആരാരും ആവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി. എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണ് ഒട്ടവണ്ടി. 100-ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോൾ സ്റ്റിക്കർ വലിച്ചെൻ്റെ കൈ നടുവും തളർത്തിയൊരോട്ട വണ്ടി. സൂപ്പർ. ഒരു ലൈഫാണ് ആ പാട്ടിൽ പറഞ്ഞങ്ങ് തീർത്തത് അല്ലേ? ഓക്കെ. ഷാഫിക്ക, എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. താങ്ക് യു സാർ. ഇപ്പോൾ എടുത്ത ആർട്ടിസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ
എല്ലാം ഒരു സാദൃശ്യമുള്ള ആൾക്കാരല്ല. ഒരെണ്ണം കഴിഞ്ഞ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വോയിസാണ് സെലക്ട് ചെയ്തേക്കുന്നത്. സെലക്ഷൻ വളരെ നന്നായിരുന്നു. താങ്ക് യു സാർ. പിന്നെ മണിയുടെ പാട്ടും മണിയുടെ പെർഫോമൻസും എല്ലാം നന്നായിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു കാ. നാദിക. ചാലക്കുടിയിൽ നിന്ന് വന്ന ഒരാൾ, ആ ചാലക്കുടിക്കാരനോടുള്ള സ്നേഹം അത് താങ്കൾക്ക് മാത്രമല്ല ഒരുപാട് എല്ലാവർക്കും, ആ നാട്ടിലുള്ള എല്ലാവർക്കും ഉണ്ട്. പിന്നെ എടുത്ത എല്ലാ ശബ്ദങ്ങളും നല്ല ഒരു 4-5 ശബ്ദം എടുത്തിട്ടുള്ളെങ്കിലും ആ 4-5 നമുക്ക് കൃത്യമായിട്ട് ഇന്ന ആളാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ശബ്ദങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷം സാർ. താങ്ക് യു. നസീർക്ക. നന്നായിരുന്നു. താങ്ക് യു സാർ. എനിക്ക് തോന്നിയത് ഈ സുനിൽ സുഗതച്ചേട്ടനൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബേസ് കൂടുതലുണ്ടോ എന്ന് സംശയമുണ്ട്. കുറച്ച് ബേസ് കുറയ്ക്കുന്ന നന്നായിരിക്കും. പിന്നെ അവരുടെ ആ ഒരു സ്ലാങ് കുറച്ചുകൂടെ പിടിച്ചാൽ കുറച്ചുകൂടെ നന്നായിരിക്കും തോന്നുന്നു. താങ്ക് യു സാർ. അല്ലെങ്കിൽ സുനിൽ സുഖേട്ടനോട് ഇത്തിരി ബേസ് കൂട്ടാം. അതെ, സുനിൽ സുഗതച്ചേട്ടനോട് കുറച്ച് ബേസ് കൂട്ടാൻ പറയാം. നിങ്ങൾ തമ്മിലൊരു ധാരണ എത്തുക, ഞങ്ങളെ ഇതിൽ വലിച്ചഴിക്കാം. നന്നായിരുന്നു കേട്ടോ. തമാശ പറഞ്ഞു കേട്ടോ. താങ്ക് യു. ജഡ്ജ്മെന്റിൽ എൻ്റെ ഒരു ഓസ്കാർ അവാർഡായിട്ട് ഞാൻ കാണുന്നത്. കാരണം നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ മുന്നിൽ അമൃത ചാനലിൽ ഇങ്ങനെ വന്നൊരു പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്.